കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏതാണെന്ന് ചോദിച്ചാൽ അത് വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണോ അല്ലയോ? ഇതിന്റെ ഉത്തരം തേടുകയാണ് ഇന്ന് നമ്മൾ. ഏതാണ്? 1700 ഇവിടെ അയില കൊട്ട വില കൊടുക്കുന്നത് 1000 രൂപയ്ക്ക് ചെറിയ മത്തിയോ? ഇത് മത്തിയും അയിലൂടെ മിക്സ് 2000 രൂപ. ഇപ്പം നമ്മൾ കണ്ടത് കേരളത്തിലെ പ്രസിദ്ധമായ മീൻ മാർക്കറ്റിലെ ചില രംഗങ്ങളാണ്. അപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പെടാപ്പെടാണ്. രാവിലെ മീൻ കൊടുന്ന് ലേലം ചെയ്യുന്ന ചില കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഒരു മീൻ ചന്തയിൽ ചെന്നാൽ സ്ഥിരമായി മലയാളികൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച. ഇതുപോലൊരു കാഴ്ച നമ്മൾ നിത്യജീവിതത്തിൽ മറ്റൊരു സ്ഥലത്ത് കാണുന്നുണ്ട്. അതുകൂടെ കാണിച്ചു തരാം. പറയുന്ന വാചകങ്ങൾ, നിങ്ങൾ ഈ വാചകങ്ങൾ പറയുന്നത് ഒരു രാഷ്ട്രീയ വിമർശനമായി കേൾക്കാം. എപ്പോൾ കേൾക്കാം? വെള്ളാപ്പള്ളിക്കെതിരെ വിമർശനം തിരിച്ച് ശക്തമായി പറഞ്ഞെങ്കിൽ ഇവിടെ ഭരിക്കുന്ന CPM ആണ്, ഇവിടെ ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. മുഖ്യമന്ത്രിയാണ് പ്രതികരിക്കേണ്ടത്. വെള്ളാപ്പള്ളി മലപ്പുറത്ത് ശ്വാസം ഇവിടെ പ്രതിപക്ഷത്തിനല്ല അതിന്റെ ഉത്തരവാദിത്തം. നോക്കൂ, പറഞ്ഞുതരാം. വെള്ളാപ്പള്ളി മറുപടി പറയൂ. വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണോ അല്ലയോ എന്ന ചോദ്യം MP ഗോവിന്ദ മാഷോട് ചോദിക്കുന്നു. വർഗീയവാദിയാണെന്ന് ഇപ്പൊ പറയാൻ കഴിയില്ല. കാര്യം കഴിയുന്നില്ല. കോൺഗ്രസിന്റെ നിലപാട് എന്താ? കോൺഗ്രസ് നിലപാട് വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയവാദി അല്ല എന്ന് കോൺഗ്രസ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല. നേതാവ് പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദി. വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദി അല്ല. അതായത് വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണെന്ന് പറയേണ്ട ഉത്തരവാദിത്വം തല്ലുകൂടണ്ട അരുൺ സാറേ, ഞാൻ ചോദിച്ചു നോക്കാം. ഹലോ സതീശൻ സാറേ, ഈ വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയവാദിയാണോ? സാറിന്റെ അഭിപ്രായം എന്താണ്? സംസ്ഥാനത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് സമുദായ നേതാക്കൾ പിന്മാറണം. സമുദായ നേതാക്കൾ ഇത് ചെയ്യാൻ പാടില്ല. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രസ്താവനയാണ്. ഇത് ആര് പറഞ്ഞിട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നറേറ്റീവാണ്. കേട്ടല്ലോ, നിങ്ങൾക്ക് ഇനി സംശയം ഉണ്ടാവില്ലല്ലോ. എത്ര കരുതലോടുകൂടെയാണ് നമ്മുടെ സതീശൻ സാർ ആ കാര്യം കൈകാര്യം ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. ആ സാമുദായിക നേതാക്കൾ, അവിടെ വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള ആ പേര് പോലും പറയാതെ സാമുദായിക നേതാക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാ സാമുദായിക നേതാക്കളും, കേരളത്തിൽ ഒരുപാട് സമുദായ നേതാക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ വർഗീയ പരാമർശങ്ങളൊക്കെ പറയുന്നതിൽ നിന്നും പിന്മാറണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പിന്മാറണം എന്നുള്ള തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതിനൊരു വലിയ ബ്രോഡായ അർത്ഥമുണ്ട്. എൻ്റെ ഈ അരുൺ സാറേ, സ്മൃതി പരുത്തിക്കാട്, ജിമ്മി, നിങ്ങൾക്കൊന്നും അത് മനസ്സിലായില്ലേ? നിങ്ങൾ ഈ ചന്തയിൽ അടി കൂടുന്ന പോലെ കൂടിയിട്ട് കാര്യമില്ല. പക്ഷെ വളരെ വ്യക്തമായ നിലപാടാണ് പറഞ്ഞത്. സാമുദായിക നേതാക്കളൊക്കെ വർഗീയ പരാമർശങ്ങൾ പറയുന്നതിൽ നിന്ന് പിന്മാറണം. പിന്നെ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് പറയണത്? അതിരിക്കട്ടെ, പിണറായിയുടെ തലയിലിരിക്കട്ടെ. അങ്ങനെ സതീശൻ സാറ് ക്ലീൻ. വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദി അല്ല എന്ന് പറഞ്ഞ നേതാവ് ഒരു വശത്ത്, വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് വർഗീയവാദിയാണെന്ന് പറയാത്ത ഒരു നേതാവ് എനിക്ക്
എനിക്ക് ഈ മറുപടി മതി. ഏത് മറുപടി? വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ് എന്ന് നിലപാടെടുത്ത ഒരു കോൺഗ്രസ് നേതാവിന്റെ പേര് പറയൂ. എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യം അതാണ് ഇവിടെ പ്രതിപക്ഷം അത് സർക്കാരിനുള്ള വിദ്യ. അല്ല, അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ അല്ല, ഒരു കാരണവശാലും തള്ളി വെക്കരുത്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദി അല്ല എന്ന് പറഞ്ഞ ഒരേ ഒരു നേതാവിന്റെ പേര് CPM സംസ്ഥാന സെക്രട്ടറി ആകുന്നു. ആണല്ലോ. എമ്മിയുടെ കംപ്ലൈന്റ് അതൊന്നുമല്ല. നടേശൻ വർഗീയവാദിയല്ല എന്ന് നമ്മുടെ ഗോവിന്ദ മാഷ് പറഞ്ഞു. അത് പറഞ്ഞ കേരളത്തിൽ ഒരേ ഒരു രാഷ്ട്രീയ നേതാവേ ഉള്ളൂ, അത് ഗോവിന്ദ മാഷാണ്. എന്നാൽ ഗോവിന്ദ മാഷ് പറഞ്ഞത് അങ്ങനെയാണോ എന്നൊന്നും നമുക്ക് ക്ലാരിറ്റി വരുത്താം. ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും ആ മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ല രൂപീകരിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് അടുത്ത വേണ്ടിയിട്ട് CPIM എന്നും ഞങ്ങളെല്ലാം തന്നെയാണ് എടുത്തത്. ആ മലപ്പുറത്തിനെതിരായിട്ട് പറയേണ്ട ഒരു കാര്യമില്ല, പറഞ്ഞാൽ ആരും അംഗീകരിക്കൂല. അത്ര തന്നെ. പിന്നെന്താ ഞങ്ങൾ അംഗീകരിക്കൂല. ആരും അംഗീകരിക്കുന്നു? അംഗീകരിക്കണോ? അതാ കാര്യം നിങ്ങൾ പറഞ്ഞ് അംഗീകരിപ്പിക്കണം എന്നുള്ള ചോദ്യം അനാവശ്യമായ ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, കാര്യമില്ലാതെ. സീരിയസ് ആയ ചോദ്യം ചോദിക്കാൻ പഠിക്കണം. മുസ്ലിം വിരുദ്ധ നിലപാട് ഞങ്ങൾ അംഗീകരിക്കുന്ന നിലപാടല്ല. മനസ്സിലായില്ലേ? മുസ്ലിം വിരുദ്ധ നിലപാട് ഞങ്ങളുടെ നിലപാടല്ല. വർഗീയതക്കെതിരായിട്ടുള്ള നിലപാട് ഞങ്ങൾ ഉറച്ച നിലപാടാണ്. അത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും വളരെ വ്യക്തമല്ല. പിന്നെ പറയുന്നവരുടെ നിലപാട് എന്തായിരിക്കും? ഞങ്ങളുടെ നിലപാടിനോട് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവരോട് ഞങ്ങൾക്കുള്ള നിലപാട് കൃത്യമായ അടയാളപ്പെടുത്തപ്പെട്ട നിലപാട് തന്നെയാണ്. നിങ്ങൾക്ക് അതാ പറഞ്ഞ ഒരാൾ ഒരു കാര്യം പറഞ്ഞ ഉടനെ തന്നെ ആൾ വർഗീയവാദിയാവുമോ? നിങ്ങളല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്? തിരുത്താൻ തയ്യാറാകുന്നില്ലെങ്കിലല്ലേ നോക്കാം. അതിലല്ലോ വർഗീയവാദിയായിട്ടൊന്നും ഞങ്ങൾ ചിത്രീകരിക്കുന്നില്ല കേട്ടോ. അതിൻ്റെ അവസാനം നാളത്തെ നിങ്ങളുടെ ഇതിൽ MB ഗോവിന്ദൻ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദി അത് പറയാൻ പറ്റില്ലേ? നിങ്ങൾക്കെല്ലാം പറഞ്ഞാൽ പത്രപ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ധാരണമാണ്. നിങ്ങളുടെ ധാരണ തികച്ചും വർഗീയമായ ധാരണയാണ്. നിങ്ങളുടെ ധാരണയാണ് വർഗീയ. വാർത്തികമായിട്ടാണ് ഗോവിന്ദ മാഷ് പറയുന്നതെങ്കിലും സാമാന്യ ജനത്തിന് മനസ്സിലാവും ഏത് വർഗീയതയ്ക്കും എതിരാണ്. ന്യൂനപക്ഷ വർഗീയതയ്ക്കോ ഭൂരിപക്ഷ വർഗീയതയ്ക്കോ ആര് പറഞ്ഞാലും എതിരാണ്. മുസ്ലിം സമുദായത്തിനെതിരല്ല, അത്തരം നിലപാട് പാർട്ടിക്കില്ല എന്നൊക്കെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അതിനെ പിന്താങ്ങേണ്ട ആവശ്യമില്ല എന്നും തന്നെയാണ് പറയുന്നത്. എന്നിട്ട് നടേശൻ വർഗീയവാദിയാണോ എന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട, അത് നാളെ നിങ്ങൾക്ക് വാർത്തയാക്കാനുള്ള അവസരം തരില്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അത് മനസ്സിലാകാനായിട്ടൊന്നുമല്ല, അത് പറഞ്ഞു എന്ന് മാധ്യമങ്ങളിൽ വന്നാൽ മാത്രമേ അത് UDFന് ഗുണകരമാവുള്ളൂ, അല്ലെങ്കിൽ UDFനെ അത് അടുത്ത ഇലക്ഷനിൽ ഒരു തുരുപ്പ് ചീട്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. എന്നാൽ സതീശൻ അപ്പുറത്ത് എന്താ പറഞ്ഞത്? പൊതുവായി നടേശൻ്റെ പേര് പോലും പറയാതെ സമുദായ നേതാക്കളാരും വർഗീയത പറയാൻ പാടില്ല എന്ന് ഒഴുക്കം മട്ടിലങ്ങ് പറയുന്ന പോലെയല്ല, വളരെ തെളിച്ചാണ് കാര്യങ്ങൾ മാഷ് പറയുന്നത്. അതിൻ്റെ തലച്ചോറിൽ പിണ്ണാക്കല്ലാത്ത എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മാധ്യമ പ്രവർത്തകരുടെ ഈ തലച്ചോറിൽ എന്താണെന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാവട്ടെ. പക്ഷെ നമുക്ക് ആ ചന്തപ്പോര് തുടർന്നും കാണാം. നമ്മുടെ സംസ്ഥാനത്ത് വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കണമെന്ന് ഇവിടെ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പറഞ്ഞ ഒരു പ്രതികരണം പറയാം. വെള്ളാപ്പള്ളി നടേശൻ ഇതുപോലത്തെ വർഗീയ പരാമർശങ്ങൾ എല്ലാ ദിവസവും നടത്തണം. എന്നാലേ നമുക്ക് രാഷ്ട്രീയ സംവിധാനങ്ങൾക്കൊക്കെ തന്നെ ഈ സാമുദായിക നേതാക്കളെ പേടിയാണ്, ഭയമാണ്. കാരണം അവർ വിചാരിച്ചാൽ പെട്ടെന്ന് കുറേ വോട്ടുകൾ തങ്ങളുടെ ഭാഗത്തു നിന്ന് ചോർത്തിക്കളയുമോ എന്നവർക്ക് ഭയമുണ്ട്. അതിലൊരു കാര്യമില്ല കേട്ടോ. പലപ്പോഴും അവർ വിചാരിച്ച പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും നമുക്ക് ഈ ധ്രുവീകരണം വളരെ വ്യക്തമായി കണ്ടതാണ്. വടക്കേ മലബാറിൽ ഒരു പ്രത്യേക മതവിഭാഗമാണ് ന്യൂനപക്ഷം ഏകീകരണം നടത്തിയെങ്കിൽ തെക്കൻ കേരളത്തിൽ അതൊരു മറ്റൊരു മതവിഭാഗമായിരുന്നു. ഇത് രണ്ടും കൂടാതെ ശബരിമല വിശ്വാസ പ്രമാണം കൂടെ ആയപ്പോഴാണ് LDFന്റെ കഥ തീർന്നത്. അങ്ങനെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ വിധി നിശ്ചയിക്കപ്പെടുന്നത്. അല്ലാണ്ട് ഗവൺമെൻറ് എന്ത് ചെയ്തു, നാളെ എന്ത് ഗവൺമെൻറ് വന്നാൽ ചെയ്യും, ജനങ്ങൾക്ക് എന്താണ് ഉപകാരം, ഇവിടെ എന്ത് വികസനം നടന്നു, എന്ത് പ്രവർത്തനം നടന്നു,
ഇതിനു മുമ്പുണ്ടായിരുന്ന UDF ഗവൺമെൻറ്റും ഈ LDF ഗവൺമെൻറ്റും എത്രത്തോളം എന്തെല്ലാം വിധത്തിൽ മനുഷ്യൻ്റെ ജീവിത സൗകര്യങ്ങളിലും വ്യത്യാസമുണ്ടായിരുന്നു എന്നൊന്നും നോക്കാനായിട്ട് നമ്മുടെ ബുദ്ധിയെ അവരനുവദിക്കില്ല. അതിനു മുമ്പ് തന്നെ അവർ ഈ ജാതി, മതം, വിശ്വാസം ഇതൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങ് കൺഫ്യൂഷനാക്കി കളയും. അതിൽ ഇവർ മിടുക്കന്മാരാണ്. അതിന് ഈ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്കിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരും കൂടെ ഇല്ലാത്ത വർഗീയതയും കൂടെ നമ്മുടെ നാട്ടിലുണ്ടാക്കിയിട്ട് കൂടുതൽ കലുഷിതമാക്കും. യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ രീതിയിൽ ഒരു സർക്കാരിനെ എന്നും തിരഞ്ഞെടുക്കാനുള്ള, നല്ല ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം പോലും നമുക്ക് നിഷേധിക്കപ്പെടും. കാരണം നമ്മുടെ ബുദ്ധിയിലേക്ക്, നമ്മുടെ ബ്രെയിനിലേക്ക് ഇവരിത് ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. തല്ലുകൂടലിൻ്റെ അവസാന ഭാഗം കൂടെ കണ്ടിട്ട് നമുക്ക് ഈ ഛന്ദസ്സീന് തൽക്കാലം നിർത്താം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു. അതിൽ നിന്ന് വർഗീയ മുതലെടുപ്പ് നടത്താനുള്ള ലക്ഷ്യം നമുക്ക് സമാധാനത്തോടെ സംസാരിക്കാം. അപ്പൊ ഇത്രയും നേരം സമാധാനത്തോടെ അല്ലായിരുന്നു എന്നെങ്കിലും സമ്മതിച്ചതിന് വലിയൊരു നമസ്കാരം.